എക്കോസ് ഓഫ് കേരള പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. കേരള ചരിത്രം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന എക്കോസ് അക്രോസ് ഏജസ് എന്ന ഈ സീരീസിലെ 4ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ വാണിപ്രഭ, ഒരു ശരാശരി മലയാളി. ഈ സീരീസിലെ 1 മുതൽ 3 വരെയുള്ള എപ്പിസോഡുകളിൽ, അതായത് ബിറ്റ്വീൻ ദ ഹാർട്ട്സ് ആൻഡ് ദ സീ, ദ ലിവിംഗ് വാട്ടേഴ്സ് ഓഫ് കേരള ആൻഡ് സീസൺസ് ദാറ്റ് ഷേപ്ഡ് അസ് എന്ന ഈ എപ്പിസോഡുകളിൽ നമ്മൾ കേട്ടത് കേരളത്തിൻ്റെ ജോഗ്രഫി, അതായത് ഭൂമിശാസ്ത്രം, എങ്ങനെ നമ്മുടെ ചരിത്രത്തെ രൂപപ്പെടുത്തി എന്നതാണ്. ജോഗ്രഫിയെക്കുറിച്ചുള്ള വിവരം നമ്മുടെ ചരിത്രം എങ്ങനെ ഇങ്ങനെ ആയി എന്ന് മനസ്സിലാക്കുന്നതിൽ പ്രധാനമാണ് എന്ന് നിങ്ങൾക്കതിൽ നിന്ന് മനസ്സിലായി കാണുമല്ലോ. ഇന്നു മുതൽ നമ്മൾ ഒരു പുതിയ യാത്ര തുടങ്ങുകയാണ്, കേരളത്തിൻ്റെ ടൈം ലൈൻ. ഈ ടൈം ലൈനിൽ 1-ൽ കൂടുതൽ എപ്പിസോഡുകൾ നീളുന്നൊരു പരമ്പരയായിരിക്കും. 4-5 എപ്പിസോഡുകളെങ്കിലും കാണും. ഇതെനിക്ക് വളരെ താല്പര്യമുള്ളൊരു വിഷയമാണ്. ഞാൻ ഈ പോഡ്കാസ്റ്റിൻ്റെ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞുവല്ലോ, ഞാനൊരു ചരിത്ര ഗവേഷകയൊന്നുമല്ല എന്ന്. ഒരു ശരാശരി മലയാളി മാത്രമാണ്. നിങ്ങൾക്ക് ആക്സസ് ഉള്ള മെറ്റീരിയൽസ് മാത്രമേ എനിക്കും ആക്സസ് ഉള്ളൂ. സ്റ്റേറ്റ് ആർക്കൈവ്സ് ഒന്നും എനിക്ക് ആക്സസ് ഇല്ല. അതുകൊണ്ട് എനിക്ക് ലഭ്യമായ പരിമിത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ താല്പര്യപൂർവ്വം റിസർച്ച് ചെയ്ത് കിട്ടിയ പേൾസ് ഓഫ് വിസ്ഡം കോർത്തിണക്കി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു കേരള ടൈം ലൈൻ. കേരളത്തിൻ്റെ ചരിത്രം അതൊരു സംഭവങ്ങളുടെ പട്ടികയല്ല. ഈ സീരീസിൽ നമ്മൾ കേരളത്തിൻ്റെ കഥ പറയുന്നത് ഒരു സംഭവത്തിൽ നിന്ന് മറ്റൊരു സംഭവത്തിലേക്കല്ല, ഒരു ടൈം ലൈൻ ആയിട്ടാണ്. ഈ യാത്ര ആരംഭിക്കുന്നത് വളരെ പിന്നിൽ നിന്നാണ്. ഏകദേശം 70,000 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യർ ആഫ്രിക്കയിൽ നിന്ന് പുറത്തേക്ക് കുടിയേറുന്നത് മുതൽ അവിടെയാണ് നമ്മുടെ കേരളത്തിൻ്റെ കഥയും തുടങ്ങുന്നത്. അതിനുശേഷം ശിലായുഗ കാലഘട്ടം, ഏകദേശം 6000 BC വരെയുള്ള വേട്ടയും ശേഖരണവും, ഹണ്ടർ ഗ്യാദറർ കേട്ടിട്ടില്ലേ, അങ്ങനെ ആശ്രയിച്ച ജീവിത രീതികൾ. തുടർന്ന് ആദ്യ മനുഷ്യ സമൂഹങ്ങൾ രൂപപ്പെടുന്ന കാലം. ഈ ഫേസ് തന്നെയാണ് നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിൻ്റെ വിഷയം. ഞാൻ പറഞ്ഞല്ലോ 1-ൽ കൂടുതൽ എപ്പിസോഡുകൾ വേണ്ടി വരുമെന്ന്. ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് മനുഷ്യരുടെ തുടക്കം മുതൽ കേരളത്തിലെ പ്രാരംഭ സമൂഹങ്ങൾ വരെയുള്ള യാത്രയിലേക്കാണ്. അതായത് 70,000 BC മുതൽ 300 BC വരെ. അതാണ് എപ്പിസോഡ് 1. അതിനുശേഷം നമ്മൾ പതിയെ മുന്നോട്ട് നീങ്ങുമ്പോൾ 300 BC മുതൽ AD 300 വരെയുള്ള കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിലാണ് കേരളം ലോകവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു സൊസൈറ്റിയായി മാറുന്നത്. മുസിറീസ് പോലുള്ള തുറമുഖങ്ങൾ, റോമൻ സാമ്രാജ്യവുമായുള്ള വ്യാപാരങ്ങൾ, പെരിപ്ലസ് പോലെയുള്ള വിദേശ രേഖകൾ, ഇവയെല്ലാം കേരളത്തെ ഒരു ഗ്ലോബൽ ട്രേഡ് നെറ്റ്വർക്കിൻ്റെ ഭാഗമാക്കുന്നു. അതിനുശേഷം വരുന്ന 3ാമത്തെ എപ്പിസോഡിൽ AD 600 മുതൽ AD 1500 വരെയുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ സൊസൈറ്റി വീണ്ടും മാറുന്നു. കടലിനെ ആശ്രയിച്ചിരുന്ന വ്യാപാരത്തിൽ നിന്ന് ഭൂമിയെയും ക്ഷേത്രങ്ങളെയും കേന്ദ്രീകരിച്ച് ഒരു സമൂഹത്തിലേക്ക്. ഭൂമിദാനങ്ങൾ, ക്ഷേത്ര കേന്ദ്രിതമായ സമ്പദ് വ്യവസ്ഥ, ബ്രാഹ്മണാധിഷ്ഠിത സാമൂഹ്യ ഘടന, ഇവയാണ് പ്രധാന മാറ്റങ്ങൾ. അതിനുശേഷം AD 1500 മുതൽ AD 1800 വരെയുള്ളതാണ് എപ്പിസോഡ് 4. ഈ സമയം കടൽ വഴി വീണ്ടും ചരിത്രം മാറും. 1498 വാസ്കോഡഗാമ വന്നത്, പോർച്ചുഗീസ്, ഡച്ച് തുടങ്ങിയ യൂറോപ്യൻ ശക്തികളുടെ വരവ്, മസാല വ്യാപാരത്തിനായുള്ള മത്സരങ്ങൾ, സാമൂതിരിയും യൂറോപ്യൻ ശക്തികളും തമ്മിലുള്ള സംഘർഷങ്ങൾ, ഇവയെല്ലാം കേരളത്തെ ഒരു ഗ്ലോബൽ കോൺഫ്ലിക്റ്റ് സോണാക്കുന്നു. അവസാനമായി AD 1800 മുതൽ 1956 വരെയുള്ള കാലഘട്ടമാണ് എപ്പിസോഡ് 5. ഇതാണ് ആധുനിക കേരളം രൂപം കൊണ്ട കാലം. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സ്വാധീനം, സാമൂഹിക പരിഷ്കാര പ്രസ്ഥാനങ്ങൾ, 1947 സ്വാതന്ത്ര്യം, ഒടുവിൽ 1956 കേരള സംസ്ഥാന രൂപീകരണം, ഇവയൊക്കെയാണ് ഈ കാലഘട്ടത്തിൻ്റെ ഭാഗങ്ങൾ. ഈ സീരീസുകളെല്ലാം മൊത്തത്തിൽ നമ്മളെ ഒരു വലിയ സത്യമാണ് തുറന്നു കാണിക്കുന്നത്. കേരളത്തിൻ്റെ കഥ സ്ഥിരമായ ഒന്നല്ല, അത് മാറിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന കേരളം ഒരു സമയഘട്ടത്തിൻ്റെ ഫലം മാത്രമല്ല, ആയിരക്കണക്കിന് വർഷങ്ങൾ മാറിയും വളർന്നും വന്ന ഒരു നീണ്ട പ്രക്രിയയുടെ ഫലമാണ്. നമ്മുടെ ഭൂമിശാസ്ത്രം, അതായത് ജോഗ്രഫി, അതിനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ എന്തായാലും ആ യാത്രയുടെ ആദ്യ ഘട്ടത്തിലേക്ക് കടക്കാം. എപ്പിസോഡ് 1, കേരളത്തിൻ്റെ തുടക്കം. കേരളത്തിൻ്റെ ചരിത്രം പൂർണ്ണമായി മനസ്സിലാക്കാൻ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. കേരളം എന്നല്ല, ഏതൊരു പ്രദേശത്തിൻ്റെയും ചരിത്രം
ആ പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. അത് മനുഷ്യരുടെ വലിയൊരു യാത്രയുടെ ഭാഗമാണ്. ഏത് പ്രദേശമാണെങ്കിലും മനുഷ്യരുടെ വലിയൊരു യാത്രയുടെ ഭാഗമാണ്. അതുകൊണ്ട് കേരളത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് സമയം എങ്ങനെ മാറി, ലോകമെമ്പാടുമുള്ള സംസ്കാരങ്ങൾ എങ്ങനെ രൂപപ്പെട്ടു എന്ന് ആദ്യം മനസ്സിലാക്കാം. ഇത് കേരള ചരിത്രത്തെക്കുറിച്ച് മാത്രമല്ല, ഇത് പൊതുവേ ഉള്ളൊരു എവല്യൂഷൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിവരമാണ്. അതെനിക്ക് തോന്നുന്നു നിങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കുമെന്ന്. ഏകദേശം 70,000 മുതൽ 50,000 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യർ ആഫ്രിക്കയിൽ നിന്ന് പുറത്തേക്ക് കുടിയേറി. അവർ ചെറിയ കൂട്ടങ്ങളായി സഞ്ചരിച്ചു. നദികളും വനങ്ങളും പിന്തുടർന്നു. ഭക്ഷണം ലഭിക്കുന്നിടത്തേക്ക് നീങ്ങി. ഈ യാത്രയിലെ ഒരു ശാഖ ഇന്ത്യയിലും എത്തി. അതുതന്നെയാണ് കേരളത്തിൻ്റെ ഏറ്റവും പഴയ മനുഷ്യബന്ധം. അതിനെക്കുറിച്ച് തെളിവുകൾ ഒന്നും ലഭ്യമല്ല കേട്ടോ. ആദ്യം നമുക്ക് പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടത്തിൽ എന്താണ് സംഭവിച്ചത് എന്നൊന്ന് മനസ്സിലാക്കാം. 30,000 BC മുതൽ 6,000 BC വരെ. ഈ കാലഘട്ടം നാം ശിലായുഗം എന്ന് വിളിക്കുന്നു. മനുഷ്യർ കല്ല് ആയുധങ്ങളായി ഉപയോഗിച്ചിരുന്ന കാലഘട്ടം. ഹണ്ടർ ഗ്യാദറേഴ്സിൻ്റെ കാലഘട്ടം. മീസോലിത്തിക് കാലഘട്ടത്തിൽ മൈക്രോലിത്ത് എന്ന ഈ ചെറിയ കല്ലുകൾ ഉപയോഗിച്ച് അവർ വേട്ട കൂടുതൽ കാര്യക്ഷമമാക്കി. സോ ആദ്യം നമ്മൾ ശിലായുഗം, അവിടെ നിന്ന് മീസോലിത്തിക് കാലഘട്ടം. 6,000 BCക്ക് ശേഷം നിയോലിത്തിക് കാലഘട്ടത്തിൽ വലിയ ഒരു മാറ്റം ഉണ്ടാവുന്നു. മനുഷ്യൻ കൃഷി ആരംഭിക്കുന്നു. ഗ്രാമങ്ങൾ രൂപപ്പെടുന്നു. സ്ഥിരതാമസം തുടങ്ങുന്നു. മനുഷ്യൻ കൃഷി ആരംഭിക്കുമ്പോൾ ഗ്രാമങ്ങൾ ഒരു അത്യാവശ്യ ഘടകമായിരുന്നു. കാരണം ശിലായുഗത്തിലും മീസോലിത്തിക് കാലഘട്ടത്തിലും മനുഷ്യർ മൃഗങ്ങളെ കൊന്ന് തിന്നാണ് ജീവൻ നിലനിർത്തി പോന്നത്. എന്നാൽ ഇന്നത്തേക്ക് ആഹാരം വേണമെങ്കിൽ ഇന്ന് തന്നെ മൃഗങ്ങളെ കൊന്ന് തിന്നണം. അങ്ങനെ അത് പ്രാക്ടിക്കൽ അല്ല എന്ന് തോന്നി തുടങ്ങിയ കാലഘട്ടത്തിലാണ് മനുഷ്യൻ കൃഷി ആരംഭിക്കുന്നത്. അത് 6,000 BCക്ക് ശേഷമാണ്. കൃഷിയുടെ കാര്യം നമ്മൾക്കറിയാമല്ലോ. നമ്മൾ ഇന്ന് കൃഷി ചെയ്താൽ വിളവ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്കത് കുറച്ച് കാലത്തേക്ക് സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കാം. അപ്പോൾ അതൊരു സസ്റ്റൈനബിൾ മോഡലായിട്ട് അവർക്കന്നത് തോന്നി. പക്ഷേ അതൊരു കൂട്ടായ പ്രവർത്തനമാണ് കൃഷി. അപ്പോഴാണ് ഗ്രാമങ്ങൾ രൂപപ്പെട്ടത്. മനുഷ്യൻ ഒരുമിച്ച് നിൽക്കണം എന്നത് ഒരു ആവശ്യമായി വളർന്നു കൃഷി ചെയ്യണമെങ്കിൽ. ആ കാലഘട്ടമാണ് നിയോലിത്തിക് കാലഘട്ടം. ഇതാണ് മനുഷ്യ സമൂഹത്തിൻ്റെ അടിസ്ഥാന രൂപം. അങ്ങനെ ഗ്രാമങ്ങൾ രൂപപ്പെടുന്നു. സ്ഥിരതാമസം തുടങ്ങുന്നു. പണ്ട് ഹണ്ടർ ഗ്യാദറായി ജീവിച്ചിരുന്നവർ ഇപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ താമസിച്ചു തുടങ്ങി. ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് കൃഷി ചെയ്തു തുടങ്ങി. ഇതാണ് മനുഷ്യ സമൂഹത്തിൻ്റെ അടിസ്ഥാന രൂപം. ഈ സെയിം സമയരേഖയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മറ്റു വലിയൊരു സംഭവം നടക്കുന്നു. 3300 BC മുതൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ രൂപപ്പെടുന്നു. 2600 മുതൽ 1900 BC വരെ ഹാരപ്പ, മോഹൻജദാരോ പോലുള്ള വലിയ നഗരങ്ങൾ രൂപപ്പെടുന്നു. ഇവയൊക്കെ അവയിൽ ഗ്രിഡ് പാറ്റേൺ പ്ലാനിംഗ്, ഡ്രെയിനേജ് സിസ്റ്റം, വെൽസ്, ബാത്ത്സ് ഇവയെല്ലാം ചേർന്ന് ഒരു അഡ്വാൻസ്ഡ് ഏർബൻ ലൈഫ് കാണുന്നു. ഈ നഗരങ്ങൾ മെസൊപ്പൊട്ടേമിയ വരെ വ്യാപാരം നടത്തി ഒരു വലിയ ഗ്ലോബൽ നെറ്റ്വർക്കിൻ്റെ ഭാഗമായിരുന്നു. 1900 BCക്ക് ശേഷം ഇത് പതുക്കെ മാറുന്നു. നഗരങ്ങൾ കുറയുകയും ജീവിതം ഡീസെൻട്രലൈസ്ഡ് ആവുകയും ചെയ്തു. അത് വലിയൊരു മാറ്റമാണ് കേട്ടോ. എന്തായാലും നമുക്കൊന്നുകൂടെ നോക്കാം ഇത്രയും കേട്ട കാര്യങ്ങൾ. 30,000 BC മുതൽ 6,000 BC വരെ ശിലായുഗം, അതായത് സ്റ്റോൺ ഏജ്. 6,000 BCക്ക് ശേഷം നിയോലിത്തിക്, കുഞ്ഞു കുഞ്ഞു കല്ലുകൾ ഉപയോഗിച്ച് ആയുധങ്ങളുണ്ടാക്കി. ലോക ചരിത്രത്തിൽ ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു സമയമാണ്, കൃഷി തുടങ്ങുന്ന സമയം. 3300 BC മുതൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ, 2600 മുതൽ 1900 വരെ ഹാരപ്പ, മോഹൻജദാരോ. ഇതാണ് പൊതുവേ ലോകത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി ഈ ടൈം ലൈൻ നമ്മുടെ കൊച്ചു കേരളത്തിലൊന്ന് ഓവർലേ ചെയ്ത് നോക്കാം. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന്. 30,000 BC മുതൽ 6,000 BC വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിൽ ഒരുപക്ഷെ മനുഷ്യരുണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഈ കാലഘട്ടത്തിലെ കേരളത്തിലെ ജീവിതത്തെക്കുറിച്ച് തെളിവുകൾ വളരെ പരിമിതമാണ്. കല്ലുപകരണങ്ങൾ പോലുള്ള കുറച്ച് തെളിവുകൾ നമ്മുടെ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. 10,000 BC കഴിഞ്ഞ് മാത്രമാണ്, അതായത് മീസോലിത്തിക് കാലത്ത് മനുഷ്യരുടെ ജീവിതത്തിൽ കൂടുതൽ വ്യക്തമായ അടയാളങ്ങൾ നമ്മൾ കാണാൻ തുടങ്ങിയത്. കേരളത്തിലെ മീസോലിത്തിക് മനുഷ്യരുടെ തെളിവുകൾ നമ്മൾക്ക് ലഭ്യമാണ്. 6,000 BC മുതൽ കേരളത്തിൽ മനുഷ്യവാസത്തിൻ്റെ തെളിവുകൾ ഇന്നുമുണ്ട്.
പ്രധാനമായും ഇടയ്ക്കൽ ഗുഹയാണ്. കേരളത്തിൽ ഇതൊരു പ്രധാന ആർക്കിയോളജിക്കൽ സൈറ്റാണ്. കേരളത്തിലെ ശിലായുഗ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്കൽ ഗുഹ ഒഴിവാക്കാനേ പറ്റില്ല. വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിക്ക് സമീപം അമ്പുകുത്തി മലയുടെ ഉയരത്തിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1200 മീറ്റർ ഉയരത്തിൽ ഈ അത്ഭുതകരമായ ചരിത്ര സ്മാരകം നിലകൊള്ളുന്നു. ഇടയ്ക്കൽ എന്ന പേരുപോലും വളരെ അർത്ഥവത്താണ്. ഇത് ഇടയിൽ കുടുങ്ങിയ കല്ല് എന്നാണ് അർത്ഥം. രണ്ട് വലിയ പാറകളുടെ ഇടയിൽ ഒരു വലിയ കല്ല് കുടുങ്ങി നിന്നുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ പേര് വന്നത്. അങ്ങനെ രൂപപ്പെട്ടതാണ് ഈ ഗുഹ. അതിനാൽ ഇത് സാധാരണ ഗുഹയല്ല. പക്ഷെ ഇടയ്ക്കൽ ഗുഹകളെ പ്രത്യേകമാക്കുന്നത് അതിൻ്റെ രൂപമല്ല, അതിൻ്റെ ഉള്ളിൽ പതിഞ്ഞിരിക്കുന്ന കഥകളാണ്. ഈ പാറകളിൽ കൊത്തിയിട്ടിരിക്കുന്ന ചിത്രങ്ങൾ, അതായത് കുറഞ്ഞത് 6000 BC മുതൽ കാലത്തേക്കെങ്കിലും പോകുന്നവയാണ്. ഈ പ്രതീകങ്ങൾ 8000 വർഷം പഴക്കമുണ്ടെന്ന് ചില വിദഗ്ധർ പറയുന്നുണ്ട്. ഈ ഗുഹകൾ നമ്മളെ നേരിട്ട് കൊണ്ടുപോകുന്നത് മിസോലിത്തിക്, നിയോലിത്തിക് കാലഘട്ടത്തിലേക്ക് തന്നെയാണ്. ഇടയ്ക്കൽ ഗുഹകളിലെ ഈ ചിത്രങ്ങൾ വെറും അലങ്കാരങ്ങളല്ല. അവിടെ നമ്മൾ കാണുന്നത് മനുഷ്യരുടെ രൂപങ്ങൾ, മൃഗങ്ങൾ, വേട്ടയാടാനുള്ള ഉപകരണങ്ങൾ, ഇന്നും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ചില ചിഹ്നങ്ങളുമുണ്ട്. ഇവ ഓരോന്നും ആദ്യകാല മനുഷ്യരുടെ ചിന്തകളും ജീവിതവും നമ്മളെ അറിയിക്കാൻ ശ്രമിക്കുന്ന അടയാളങ്ങളാണ്. ഇതിലും കൂടുതൽ കൗതുകകരമായത് ഇത് ഒരേ ഒരു കാലഘട്ടത്തിൻ്റെ കഥയല്ല. ഇടയ്ക്കൽ ഗുഹകൾ പല സമയങ്ങളിൽ വീണ്ടും വീണ്ടും മനുഷ്യർ ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ്. അതിനാൽ ഇവിടെ കാണുന്ന ഓരോ രേഖയും ഓരോ കാലഘട്ടത്തിൻ്റെ കഥയാണ്, ഒരു തലമുറയുടെയല്ല. ദക്ഷിണേന്ത്യയിൽ ഇത്തരത്തിലുള്ള ശിലായുഗ ചിത്രങ്ങൾ വളരെ അപൂർവമാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൽ ഗുഹകൾ കേരളത്തിലെ പുരാവസ്തു ചരിത്രത്തിൽ ഒരു അത്യന്തം പ്രധാനമായ ഒരു സ്ഥാനം കൈവരിക്കുന്നു. ഇവിടെ ജീവിച്ചിരുന്നവർ ആരായിരുന്നു? മിസോലിത്തിക് കാലത്തിലുള്ള മനുഷ്യർ, നിയോലിത്തിക് കാലത്തിലേക്ക് കടക്കുന്ന മനുഷ്യർ. അവരുടെ ജീവിതം വേട്ടയാടലും ശേഖരണവും നിറഞ്ഞത്. പിന്നീട് പതുക്കെ സ്ഥിരതയുള്ള ജീവിതത്തിലേക്ക് മാറുന്ന യാത്ര. ഇടയ്ക്കൽ ഗുഹകൾ നമ്മോട് പറയുന്നത് വളരെ സാധാരണമെങ്കിലും അത്യന്തം ശക്തമായൊരു സത്യമാണ്. കേരളത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ മനുഷ്യർ ജീവിച്ചിരുന്നു. അവർക്ക് ചിന്തയുണ്ടായിരുന്നു, കലയുണ്ടായിരുന്നു. അവരുടെ ജീവിതം രേഖപ്പെടുത്താനുള്ള ഒരു ആവേശവും അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ചിഹ്നങ്ങളൊക്കെ കാണുന്നത്. പക്ഷെ അവർ എഴുതിയില്ല. അതുകൊണ്ട് ഇന്നും ഇടയ്ക്കൽ ഗുഹകളിൽ നാം കാണുന്നത് വെറും ചിത്രമല്ല, ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള നിശബ്ദമായൊരു സംഭാഷണമാണ്. ഇവയിൽ ചില ചിഹ്നങ്ങൾ ഇൻഡസ് വാലി സിംബലുകളോട് സാമ്യം പുലർത്തുന്നതാണ്. ഇത് ഡയറക്റ്റ് പ്രൂഫ് അല്ലെങ്കിലും ഒരു ബ്രോഡർ കൾച്ചറൽ കണക്ഷൻ ഉണ്ടായിരിക്കുന്നതിൻ്റെ സൂചനയാണ് നമുക്ക് നൽകുന്നത്. സോ ഇതുവരെ നമ്മൾ കണ്ടത് 70,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ ഇവിടെ എത്തി. ശിലായുഗത്തിൽ അവർ വേട്ടയാടി ജീവിച്ചു. മിസോലിത്തിക് കാലത്തിൽ അവർ പ്രകൃതിയോട് കൂടുതൽ അടുത്തു. നിയോലിത്തിക് കാലത്തിൽ സ്ഥിരതയിലേക്ക് നീങ്ങി. പിന്നെ മെഗാലിത്തിക് കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ക്രമബന്ധമായ ഒരു സമൂഹത്തിൻ്റെ അടയാളങ്ങൾ കാണാൻ തുടങ്ങുന്നു. ഇനി 1200 BC മുതൽ 300 BC വരെ അതായത് മെഗാലിത്തിക് കാലഘട്ടത്തിൽ എന്താണ് കേരളത്തിൽ സംഭവിച്ചത് എന്ന് നോക്കാം. ആദ്യ ഇരുമ്പ് കാലം എന്നിതിനെ വിളിക്കുന്നു. ഇതിനു മുമ്പ് നമ്മൾ കണ്ട കാലഘട്ടത്തിലെ പോലെ മനുഷ്യരുടെ ജീവിതം ചെറിയ സമൂഹങ്ങൾക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ഇപ്പോൾ കാര്യങ്ങൾ മാറാൻ തുടങ്ങി. ഈ സമയത്ത് കേരളത്തിൽ മനുഷ്യർ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഒരു വലിയ സാങ്കേതിക മാറ്റമായിരുന്നു: ഇരുമ്പ്. ഇരുമ്പുപകരണങ്ങൾ വന്നതോടെ കൃഷി കൂടുതൽ ഫലപ്രദമായി. വളച്ചൊടിക്കാൻ കഴിയാത്ത കാടുകൾ തുറക്കാൻ സാധിച്ചു. ജീവിതം കൂടുതൽ ക്രമബന്ധമായി മാറാൻ തുടങ്ങി. പക്ഷേ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് നമുക്ക് ലഭിക്കുന്നത് അവരുടെ വീടുകളിൽ നിന്നല്ല, അവരുടെ ശവസംസ്കാരങ്ങളിൽ നിന്നാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണുന്ന മെഗാലിത്തിക് ശവകുടീരങ്ങൾ, കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറകൾ, നന്നനാടി, ഇവയെല്ലാം ഈ കാലഘട്ടത്തിലെ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന സാക്ഷ്യങ്ങളാണ്. ഈ ശവകുടീരങ്ങളിൽ മനുഷ്യരുടെ ശരീരഭാഗങ്ങൾക്കൊപ്പം പാത്രങ്ങളും ആയുധങ്ങളും അലങ്കാര വസ്തുക്കളും വെച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്: അവർക്ക് മരണാനന്തര ജീവിതം എന്നൊരു ആശയം ഉണ്ടായിരുന്നിരിക്കാം. അവരുടെ സമൂഹത്തിൽ ഒരു രീതിയിലുള്ള വിശ്വാസവും ആചാരങ്ങളും ഒരുപക്ഷെ രൂപം കൊണ്ടിരുന്നിരിക്കാം. ഇത് വെറും ഒരു ജീവൻ നിലനിർത്താനുള്ള സമൂഹമായിരുന്നില്ല, ഇത് സംസ്കാരം രൂപം കൊള്ളുന്ന ഒരു സമൂഹമായിരുന്നു. ഇതേ സമയത്ത് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ, ഗംഗാ നദീതട പ്രദേശങ്ങളിൽ, രാജ്യങ്ങളിലും നഗരങ്ങളും രൂപം കൊള്ളാൻ തുടങ്ങി. പക്ഷേ കേരളത്തിൽ ഇനിയും വലിയൊരു നഗര സംസ്കാരം ഉണ്ടായിരുന്നില്ല. സമൂഹം ഇവിടെ വളർന്നത് ചെറിയ കൂട്ടായ്മകളായിട്ടാണ്, പ്രാദേശിക സമൂഹങ്ങളായിട്ടാണ്. പക്ഷെ അവയിൽ ഉണ്ടായിരുന്ന ഒരു ക്രമവും ഒരു തിരിച്ചറിയലും
ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിൻ്റെ ചരിത്രം നഗരങ്ങളിൽ പിറന്ന കഥയല്ല, പക്ഷേ മനുഷ്യർ സമൂഹമായി സംസ്കാരമായി മാറിയ കഥയാണ്. 1200 BC മുതൽ 300 BC വരെ ഈ മെഗാലിത്തിക് കാലഘട്ടം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പാലമാണ്. ശിലായുഗത്തിൻ്റെ പഴയ ലോകത്തെയും റെക്കോർഡഡ് ഹിസ്റ്ററിയുടെ പുതിയ ലോകത്തെയും കണക്ട് ചെയ്യുന്ന ഒരു പാലം. ഈ പാലത്തിലൂടെയാണ് നമ്മൾ ഇനി കേരളത്തിൻ്റെ ആദ്യത്തെ എഴുത്തുപരമായ ചരിത്രത്തിലേക്ക് കടക്കുന്നത്, അതായത് റെക്കോർഡഡ് ഹിസ്റ്ററി. ഈ കാലഘട്ടത്തിൽ കേരളം ഒറ്റപ്പെട്ടിരുന്നില്ല, അതൊരു വലിയ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു. അതാണ് തമിഴകം. 1200 BC കാലത്ത് തമിഴകം എന്നൊരു വ്യക്തമായ ഐഡൻറ്റിറ്റി കേരളത്തിനുണ്ടായിരുന്നില്ല, പക്ഷേ അതേ സംസ്കാരപരമായ ലോകത്തിൻ്റെ ഭാഗമായിരുന്നു. 600 BC കഴിഞ്ഞ് ദക്ഷിണേന്ത്യ പങ്കിട്ട ഒരു സംസ്കാരം രൂപപ്പെട്ടപ്പോൾ കേരളം അതിൻ്റെ ഭാഗമായി. 300 BC സമയത്തെത്തുമ്പോൾ ചേര രാജ്യത്തിൻ്റെ ഭാഗമായ കേരളം വ്യക്തമായി തമിഴകത്തിൻ്റെ ഒരു ഘടകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കൊടുമണൽ പോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾക്ക് അയൺ പ്രൊഡക്ഷൻ, ബീഡ് ഇൻഡസ്ട്രി, തമിഴ് ബ്രാഹ്മിൺ സ്ക്രിപ്റ്റ് ഇവയെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ലിറ്ററസിയും ട്രേഡ് നെറ്റ്വർക്കും വളർന്നിരുന്നു എന്നതിനുള്ള തെളിവാണ്. കൊടുമണൽ നമ്മളോട് പറയുന്നത് വളരെ വലിയൊരു മാറ്റത്തെക്കുറിച്ചാണ്. ഇതൊരു സാധാരണ ഗ്രാമമല്ലായിരുന്നു, ഒരു ഇൻഡസ്ട്രിയൽ ഹബ്ബായിരുന്നു. കയ്യൊപ്പുള്ള തൊഴിലാളികൾ, ഇരുമ്പ് നിർമ്മാണം, മുത്തു നിർമ്മാണം, കൂടാതെ കേരളത്തിലെ മുസറിസ് പോലുള്ള തുറമുഖങ്ങളിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു ട്രേഡ് നെറ്റ്വർക്കിൻ്റെ ഭാഗമായി. കേരളവും തമിഴകവും ലോകവുമായി ബന്ധപ്പെട്ട് തുടങ്ങുന്ന ആദ്യ സൂചനകളിൽ ഒന്നാണ് കൊടുമണൽ. അങ്ങനെ നമ്മൾ 70,000-ൽ തുടങ്ങി 300 BC വന്ന് നിൽക്കുന്നു. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റ് ആയ സമയത്താണ്, അതായത് 300 BC. ഇതുവരെ നമ്മൾ കണ്ടത് ശിലായുഗം, മിസോലിത്തിക്, മെഗാലിത്തിക് ജീവിതം. പക്ഷേ ഇവിടെ കഥ പാടെ മാറുകയാണ്. ഇതാണ് കേരളത്തിൻ്റെ ആദ്യത്തെ റെക്കോർഡഡ് ഹിസ്റ്ററി. ഈ സമയത്ത് കേരളം ഇനി ഒറ്റപ്പെട്ട പ്രദേശമല്ല, ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞല്ലോ. തമിഴകം ചേര കിങ്ഡത്തിൻ്റെ ഭാഗമാണ്. ഇത് റെക്കോർഡഡ് ഹിസ്റ്ററി എന്ന് പറയുന്നതിലൊരു കാരണമുണ്ട്. ഈ കാലത്തെക്കുറിച്ച് നമുക്ക് നേരിട്ടറിവുള്ള ഒരു തെളിവ് മൗര്യ ചക്രവർത്തിയായ അശോകൻ്റെ ശിലാശാസനങ്ങളാണ്. അതിൽ കേരളപുത്ര എന്ന് വിളിച്ചിരിക്കുന്നത് കേരള ഭരണാധികാരികളെയാണ്. അതായത് 300 BC സമയത്ത് കേരളം ഒരു സംഘടിത രാഷ്ട്രീയ സാന്നിധ്യമായി തന്നെ നിലനിന്നിരുന്നു. ഈ സമയത്ത് വന്ന മാറ്റമാണ് വ്യാപാരം. കേരളത്തിൻ്റെ തീരദേശങ്ങൾ ലോകവുമായി ബന്ധപ്പെടാൻ തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. അറേബ്യ, റോമ, ഈജിപ്റ്റ് ഇതുപോലുള്ള ഇടങ്ങളുമായി വ്യാപാരം നടത്തുന്നതിൻ്റെ സൂചനകൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതേ സമയത്ത് സംഘം സാഹിത്യം രൂപം കൊള്ളുന്നു. ഈ സാഹിത്യങ്ങളിൽ ചേര, ചോള, പാണ്ഡ്യ രാജവംശങ്ങളെക്കുറിച്ചും അവരുടെ ജീവിതത്തെയും സംസ്കാരത്തെക്കുറിച്ചും വിശദമായി പറയുന്നുണ്ട്. കേരളത്തിൻ്റെ പടിഞ്ഞാറൻ തീരം ചേരന്മാരുടെ നിയന്ത്രണത്തിലായിരുന്നുവെന്നും ഇവിടെ കൃഷിയും വ്യാപാരവും ഒരേ സമയം നടന്നിരുന്നുവെന്നും ഇവയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു പ്രധാന കാര്യം, കേരളം നഗരങ്ങളാൽ നിറഞ്ഞൊരു സാമ്രാജ്യമായിരുന്നില്ല അന്നും, പക്ഷേ ഒരു ഓർഗനൈസ്ഡ് സൊസൈറ്റിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ചെറിയ ചീഫ്ഡംസ്, വലിയ രാഷ്ട്രീയ ഘടകങ്ങൾ, വ്യാപാര ബന്ധങ്ങൾ, ഇത് തന്നെയാണ് ഈ കാലഘട്ടത്തിലെ പ്രത്യേകത. അങ്ങനെ 300 BC എത്തി നിൽക്കുന്ന കേരളം ഒരു രാഷ്ട്രീയ ഐഡൻറ്റിറ്റി നേടുന്നു. തമിഴകം എന്ന സംസ്കാരം ലോകത്തിൻ്റെ ഭാഗമാകുന്നു. അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ചേരുന്നു. എഴുത്തപ്പെട്ട ചരിത്രത്തിലേക്ക് കടക്കുന്നു. ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് 300 BC കേരളത്തിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് എന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ കൊച്ചു കേരളം സൈലൻറ്റ് പ്രീ ഹിസ്റ്റോറിക് പാസ്റ്റിൽ നിന്ന് വിസിബിൾ ഹിസ്റ്റോറിക്കൽ വേൾഡിലേക്ക് മാറിയ സമയമാണ് ഈ 300 BC. ഈ ചിത്രം മുഴുവനായി നോക്കുമ്പോൾ മനുഷ്യരുടെ കുടിയേറ്റത്തിൽ നിന്ന് വേട്ട ജീവിതത്തിലേക്ക്, അവിടെ നിന്ന് ഗ്രാമങ്ങളിലേക്ക്, നഗര സംസ്കാരങ്ങളിലേക്ക് ഒരു തുടർച്ചയായ ചരിത്ര യാത്രയാണ് കാണുന്നത്. അടുത്ത ചോദ്യം, ഈ ട്രേഡ് നെറ്റ്വർക്ക് എങ്ങനെ വളർന്നു? മുസറീസ് എങ്ങനെ ലോക മാപ്പിൽ എത്തിയത്? സംഘം കാലഘട്ടത്തിൽ കേരളം എങ്ങനെ മാറി? അത് അടുത്ത എപ്പിസോഡിൻ്റെ ടോപ്പിക്. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായി എന്ന് കരുതുന്നു. എനിക്കിഷ്ടമായി. നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത് ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു. കേരള ചരിത്രത്തിലെ ബാക്കി എപ്പിസോഡും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്ക് തിടുക്കമായി. എന്തായാലും അത് അടുത്ത എപ്പിസോഡിൽ കാണാം. സ്റ്റേ ട്യൂൺ. താങ്ക് യു.